Hi friends, welcome to Pratap Jeet. ഒരു നല്ല ഇയർഫോൺ, നല്ല ക്വാളിറ്റിയും ബേസും ട്രബിൾസും ഒക്കെ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർഫോണിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ അതിൻ്റെ തന്നെ 2 യൂണിറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്. ഒരു വലിയ ഹസലുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഗിവ് അവേ ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാണുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്നുള്ളത് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നൊരു വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ യൂണിജനോഡിയോ എന്ന് പറയുന്ന ഒരു കമ്പാരിറ്റീവ്ലി പുതിയ ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിപോഡ്സ് എന്ന് പറയുന്ന ഇയർഫോൺ. ക്വാളിറ്റി വൈസ് നല്ല ബെസ്റ്റ് സംഭവം തന്നെയാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഘട്ടം ഘട്ടമായിട്ട് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഗിവ് അവേയുടെ കാര്യവും ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കിംഗ് തൊട്ട് തന്നെ തുടങ്ങാം. ഒരു നല്ല ബോക്സിങ് അല്ലെങ്കിൽ നല്ലൊരു പാക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ഒരു ബിൽറ്റ് ക്വാളിറ്റി നമുക്ക് ഈ ബോക്സിൽ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലത്തെ ഈ ഒരു കവർ മാറ്റി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോക്സ്, ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്റ്റൈലിഷായ പ്രീമിയം ലുക്ക് തരുന്ന ഒരു ബോക്സ് നമുക്ക് ഇതിനകത്ത് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിലും മുകളിലൊക്കെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കാണാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ കാണാം. ആദ്യം തന്നെ ഒരു താങ്ക്സ് ഫോർ പർച്ചേസിംഗ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വൃത്തിയായിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിനകത്ത് നമുക്ക് മൈക്രോ USB കേബിൾ കിട്ടുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇയർ ടിപ്സുകൾ 2 ജോഡി വേറെ എക്സ്ട്രാ കിട്ടുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടൈയും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ചാർജിങ് കേസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചാർജിങ് കേസും അതേപോലെ തന്നെ ഇയർപോഡ്സും അല്ലെങ്കിൽ യൂണിപോഡ്സും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഇയർഫോൺസ് നമുക്ക് ഈ ചാർജിങ് കേസിനകത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്യാരി ചെയ്യാൻ പോകുന്നത്. ആ ചാർജിങ് കേസിൽ 400 mAh ബാറ്ററി ഉണ്ട്. ഇയർഫോണുകളിൽ നമുക്ക് 40 mAh വീതം ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ കാര്യം ഞാൻ വിശദമായിട്ട് പറയാം. അതിനുമുമ്പ് ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കേസിങ് നമുക്കിത് ബ്ലാക്കും വൈറ്റും കളറൊക്കെ നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ബിൽറ്റ് ആണ്, പക്ഷേ ക്വാളിറ്റി ഉള്ള ഒരു ബിൽറ്റ് തന്നെയാണ്. മാഗ്നറ്റിക് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടി തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴൊക്കെ ഈ ബോക്സ് വൃത്തിയായിട്ട് നമുക്ക് അടയുന്നുണ്ട്. മാഗ്നറ്റിക് ആണ്. അതേപോലെ തന്നെ ഇയർപോഡ്സ് എടുത്ത് അതിനകത്തേക്ക് വെക്കുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ബിൽറ്റ് ക്വാളിറ്റിയിലില്ല. നല്ല ക്വാളിറ്റിയുള്ള ബിൽറ്റ്. റിയർ സൈഡിൽ നമുക്ക് ഇതിൻ്റെ മൈക്രോ USB പോർട്ട് കാണാം ചാർജിങ്ങിന് വേണ്ടിയിട്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 LED ലൈറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിലത്തെ ഇയർഫോൺ ചാർജ് ആവുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ്. റൈറ്റ് സൈഡിലെ ഇയർഫോൺസ് ചാർജ് ആവുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. നടുവിലുള്ളത് ബാറ്ററി ലെവലാണ്. ഈ കേസിൻ്റെ ബാറ്ററി ലെവൽ ഒരു തവണ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം 25 തൊട്ട് 50% വരെ ബാറ്ററി അതിനകത്ത് ഉണ്ടെന്നാണ്. 2 തവണയാണെങ്കിൽ അത് 75% വരെ ബാറ്ററി ഉണ്ടെന്നാണ്. 3 തവണയാണെങ്കിൽ 95%. അങ്ങനെ ബാറ്ററി ലെവലിനെ കാണിക്കുന്നതാണ് ആ സെൻറ്ററിലെ LED ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ, കേസിങ്ങും ഒരു ക്വാളിറ്റിയും ഒക്കെ. ഇയർഫോൺസും കേസും എല്ലാം തന്നെ നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. യാതൊരുവിധ ഇഷ്യൂസും ആ ഭാഗത്തില്ല. കണക്ടിവിറ്റി ഇൻഡിക്കേഷനൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് നമ്മളിത് ഈസി ആയിട്ട് നമുക്ക് ചെവിയിൽ വെയർ ചെയ്യാം. ഇങ്ങനെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. 2 സൈഡിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് ഈ ഒരു ഇയർഫോൺ എടുത്ത് വെച്ചു, ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓൺ ആവും. അതേപോലെ തന്നെ കുറേ നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓഫ് ആവുന്ന ഒരു സംവിധാനവും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം, പോസ് ചെയ്യാം, കോൾ അറ്റൻഡ് ചെയ്യാം, ഡിസ്കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സിംഗിൾ ടാപ്പ് യൂസ് ചെയ്യാം. സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനൊക്കെ കുറയ്ക്കാനാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ സൗണ്ട് കുറയും. കൂട്ടാനാണെങ്കിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ സൗണ്ട് കൂടും റൈറ്റ് സൈഡിൽ. അതേപോലെ നെക്സ്റ്റ് ട്രാക്കിനും അങ്ങനെ ഓരോന്നിനും ടാപ്പുകളാണ്. നിങ്ങളിത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിട്ട് കൃത്യമായിട്ട് അതിലൊരു ഡോക്യുമെൻ്റ് ഉണ്ടാകും. അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടച്ച് സെൻസിറ്റീവ് ആണ്. ഇതിൻ്റെ റിയർ സൈഡ് കാണുന്ന ഒരു റിംഗ് ഒക്കെ കാണുന്ന ഒരു ലൈറ്റ്, LED ലൈറ്റിൻ്റെ ഒരു റിംഗ് കാണാം, റിംഗ് ലൈറ്റ്. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ. അതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പറയാം. അതിന് മുമ്പ് അതിൻ്റെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം കൂടി പറയാം. നമുക്ക് ഈ ഒരു ഇയർപോഡ്സിൽ നമുക്കിതിപ്പോൾ ഈ സാധാരണ ഈ 2 ഇയർഫോൺസ് ഡയറക്റ്റായിട്ട് എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3.5-4 മണിക്കൂർ വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു ലൈഫ് നമുക്ക് ഈ ഒരു ഇയർപോഡ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള എല്ലാ ഇയർഫോണുകളും, ഇത്തരം വയർലെസ് ആയിട്ടുള്ള എല്ലാ ഇയർഫോണുകളും ഈ ഒരു ലൈഫ് തന്നെയാണ് നമുക്ക് തരാറ്. സോ ഇത് തീർച്ചയായിട്ടും പെർഫെക്റ്റ് ആയ ഒരു ബാറ്ററി ലൈഫാണ്. അഥവാ നിങ്ങൾ ഇത് കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഭൂരിഭാഗം അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു 2 മണിക്കൂർ യൂസ് ചെയ്തു നമ്മൾ തിരിച്ച് കേസിലേക്ക് വെക്കും. അങ്ങനെ കേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കേസിൽ നിന്ന് ഈ ഇയർഫോണുകൾ ചാർജ് ആവാൻ തുടങ്ങും. അങ്ങനെ കേസുമായി ബന്ധപ്പെടുത്തി 2 മണിക്കൂർ യൂസ് ചെയ്ത് കേസിൽ വെച്ചു, വീണ്ടും എടുത്ത് ഉപയോഗിച്ച് 2 മണിക്കൂർ കേസിലേക്ക് വെച്ചു. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തവണ ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേസുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 12 തൊട്ട് 16 മണിക്കൂർ വരെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കിട്ടും.
കൂടിയ ഒരു സൗണ്ടിൽ 80, 70, 80, 90 ആ ഒരു പെർസെൻറ്റേജിലൊക്കെ നിങ്ങളൊരു ഫുൾ സൗണ്ട് വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 12 മണിക്കൂറൊക്കെയാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത്. എന്നാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സൗണ്ട്, എനിക്കിത് നല്ല അത്യാവശ്യം ലൗഡുള്ള ഒരു ഇയർഫോണുകളാണ്, അതുകൊണ്ട് തന്നെ 50, 40 to 60 ഒക്കെ വെച്ചാൽ തന്നെ നല്ലൊരു കണ്ടീഷനാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 14, 16 മണിക്കൂർ വരെയൊക്കെ ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടും. എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ളൊരു യൂസൊക്കെ ആണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ചിലപ്പോൾ നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ലൊരു ബാറ്ററി ലൈഫ് ഇതിനകത്തുണ്ട്. ബിൽറ്റ് ക്വാളിറ്റി ഓക്കെ, ഓപ്പറേഷൻസ് ഓക്കെ, അതേപോലെ തന്നെ ബാറ്ററി ലൈഫും പെർഫെക്റ്റ് ആണ്. ചാർജിങ് കേസ് ഫുള്ളായിട്ട് ചാർജ് ചെയ്തെടുക്കാൻ 2 മണിക്കൂർ മതി. അപ്പോൾ 2 മണിക്കൂർ ചാർജ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെ സുഖമായിട്ട് നോർമൽ യൂസിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബാറ്ററി ലൈഫ് ഇതിനുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നോർമലായിട്ടുള്ള ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ നിന്ന് ഇയർഫോണുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നോർമലി ഇതിപ്പോൾ ഓൺ അല്ലെങ്കിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ടച്ച് ഭാഗത്തുനിന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓൺ ആവും. മിക്കവാറും ഓൺ ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് ഓൺ ആക്കുക. ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഈ ഇപ്പോൾ ഞാനിത് എടുക്കുമ്പോൾ തന്നെ 2 ലൈറ്റും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഇയർഫോൺ ഓഫായി, റൈറ്റിൽ മാത്രമാണ് കത്തുന്നത്. അതിൻ്റെ അർത്ഥം ലെഫ്റ്റുള്ള ഇയർഫോൺ റൈറ്റുമായിട്ട് പെയറായി, ഇപ്പോൾ ഇത് രണ്ടും കണക്റ്റ് ആയി എന്നുള്ളതാണ്. നിങ്ങൾ ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയറിംഗ് മോഡ് എന്ന് കേൾക്കുകയും ചെയ്യാം. ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂണിപോഡ്സ് ഒന്ന് അവിടെ വന്നിട്ടുണ്ടാവും. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഫസ്റ്റ് തവണ മാത്രമാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കണക്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക് എൻജോയ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ തിരിച്ച് ഈ ബോക്സിലേക്ക് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിസ്കണക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ കുറച്ച് നേരം നിങ്ങൾക്ക് വീണ്ടും ഇത് കേൾക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇയർപോഡ്സ് ഇതിനകത്ത് നിന്ന് എടുത്താൽ മതി. യൂണിപോഡ്സ് ഇത് നമ്മൾ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കുന്ന വഴിക്ക് തന്നെ അതപ്പോൾ തന്നെ അവിടെ കണക്റ്റ് ആവും ഫോണിലേക്ക്. അപ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സാധിച്ചില്ല. അത് വളരെ ഫാസ്റ്റായിട്ട് ഇത് അതുമായിട്ട് കണക്റ്റ് ആവും. ആവശ്യം കഴിഞ്ഞ് തിരിച്ച് ബോക്സിലേക്ക് വെക്കാം, അപ്പം തന്നെ ഡിസ്കണക്റ്റ് ആയി. വീണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഫോണുമായിട്ട് കണക്റ്റ് ആവും. നമ്മൾ ചെവിയിലേക്ക് ഇത് വെച്ച് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് കണക്റ്റായി വർക്കിംഗ് കണ്ടീഷനായിട്ട് അത് നിൽക്കും. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇയർഫോൺ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യും. ജസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് ഇത് കണക്റ്റ് ആവുന്ന അത്രയും ഫാസ്റ്റായ ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പം നല്ല കണക്ടിവിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്, ബാറ്ററി ലൈഫ് വരുന്നുണ്ട്, ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഓരോ ഇയർഫോണായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും, കണക്ട് ചെയ്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ കാര്യങ്ങളെല്ലാം ക്ലിയറായി. കംഫർട്ട്, നമ്മളിത് ചെവിയിൽ വെക്കുമ്പോൾ എങ്ങനെയുണ്ട്? കംഫർട്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ചെവിയിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ സ്പെഷ്യാലിറ്റി ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ചെവിയിലുള്ള സെറ്റായിരിക്കും. നമ്മളിപ്പോൾ എങ്ങോട്ടൊക്കെ തല ചരിച്ചാലും ഇത് താഴേക്ക് വീഴുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. കാണാം, അത് താഴേക്കൊന്നും പോകുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എങ്ങനെയൊക്കെ നമ്മൾ തല ചരിച്ചാലും വെച്ച് കുലിക്കാലും ഒന്നും ഇത് നോർമലായിട്ട് ഇത് താഴെ പോകില്ല. പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. ചെവിയിൽ എന്നാൽ വേദനയോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഫിറ്റായിട്ട് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് വളരെ സ്റ്റൈലായിട്ട് അവിടെ ഫിറ്റായിരിക്കും. പിന്നെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ആ ഒരു ലൈറ്റ്, ഇതിൻ്റെ പുറകിൽ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. ആ റിംഗ് ലൈറ്റ് ഇങ്ങനെ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു റിംഗ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു സംഭവം വരും. അതൊരു സ്റ്റൈലിഷ് ആയിട്ടും നിങ്ങളുടെ അത് തീർച്ചയായിട്ടും പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇത് ചെവിയിൽ ഫിറ്റായിട്ടിരിക്കും. അതുപോലെ നോയ്സ് ക്യാൻസലിങ്, നല്ല ക്വാളിറ്റിയുള്ളൊരു നോയ്സ് ക്യാൻസലിംഗ് ആണ്. നമുക്ക് പുറത്തുനിന്നുള്ള യാതൊരു ഡിസ്റ്റർബൻസും പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിരിക്കുന്നുണ്ട്. നല്ല നോയ്സ് ക്യാൻസലേഷനും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് നോയ്സ് ക്യാൻസലേഷൻ. നല്ല നോയ്സ് ക്യാൻസലേഷൻ ലെവലുണ്ട്. അപ്പോൾ ഇത്രയും നല്ല രീതിയിലുള്ള നോയ്സ് ക്യാൻസലേഷനും കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ? ബേസ് ലെവൽ അത്യാവശ്യം നല്ല ബേസ് ലെവൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ബേസിൽ യാതൊരുവിധ ഇഷ്യൂവില്ല. പെർഫെക്റ്റ് ആയ ഒരു ബേസും അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള ട്രബിളും വോക്കൽ എന്താ പറയുക, നിങ്ങൾ ലോസ്, ഹൈസ്, മിഡ്സ് എങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയാലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സൗണ്ട്, എല്ലാ തരം സൗണ്ടുകളും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ബേസ് ലെവലും നമുക്ക് ഈ ഒരു ഇയർഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഓഡിയോ ക്വാളിറ്റിയിൽ ഞാൻ അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഞാൻ പ്രൈമറി ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെ ഇതാണ്. ഓൾറെഡി നമ്മൾ സാപ്പിൻ്റെ, ക്ലഫിൻ്റെ ഒക്കെ ഇയർഫോണുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതൊക്കെ ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല ബേസും നല്ല ട്രബിളൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഇയർഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. പിന്നെ ഇതിനകത്ത് മൈക്രോഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോളുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഒരു ഏറെക്കുറെ ഇത്തരം ബ്ലൂടൂത്ത്, ഇത്തരം ചെറിയ ഇയർ ഡോട്ടുകളുടെ കാര്യത്തിൽ നമുക്ക് വലിയൊരു മികച്ച ഒരു കോൾ ക്വാളിറ്റി ആരും അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഒരു നല്ല കോളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ആവറേജ് കോൾ ക്വാളിറ്റി ഇതിനകത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കോളും ചെയ്യാൻ കഴിയുന്ന ഒരു ഇയർഫോൺ തന്നെയാണ് നമ്മുടെ യൂണിപോഡ്സ് എന്ന് പറയുന്ന ഇയർഫോൺ സെറ്റ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് 5 ആണ്. ബ്ലൂടൂത്ത് റേഞ്ച് ഒക്കെ നോക്കിയാൽ നോർമലി ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്കോ കടക്കാവുന്ന ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിലെ എല്ലാ ബ്ലൂടൂത്തുകളും, ഈ പ്രൈസ് റേഞ്ചിലെ എന്നല്ല, ബ്ലൂടൂത്ത് ഇത്തരത്തിലുള്ള ഡിവൈസുകളെല്ലാം തന്നെ
തൊട്ടടുത്ത റൂം വരെയൊക്കെ തന്നെയാണ് നമുക്കൊരു നല്ല കംഫർട്ടബിൾ ആയ ഒരു റേഞ്ച് കിട്ടുക. ആ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട്. സോ നെഗറ്റീവായിട്ട് ഇതിനകത്ത് പറയത്തക്കതായിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതും കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ലേറ്റൻസി. ഗെയിമൊക്കെ കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചെറിയ ലേറ്റൻസി വരുന്നുണ്ട്. പല ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളും ഈ റേഞ്ചിലത്തെ എല്ലാം തന്നെയും നമുക്ക് അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസറിൻ്റെ പവർ കൊണ്ട് ആ പ്രൊസസറിൻ്റെ റേഞ്ചിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെയാണ് ഈ ലേറ്റൻസി വരുന്നത്. അത് മിക്കവാറും പല ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചാലും യൂഷ്വലാണ് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ. ആ ലേറ്റൻസി ഇതിനകത്തും ബാധകമാണ്. ചെറിയൊരു ലേറ്റൻസി ഉണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് അത്ര നല്ലൊരു സംഭവമായിരിക്കില്ല. പക്ഷെ ബാക്കി എല്ലാം കൊണ്ടും ഒരു നല്ല ഇയർഫോൺ തന്നെയാണ് ഈ യൂണിപോഡ്സ് എന്ന് പറയുന്ന ഈ ഇയർഫോൺസ്. പിന്നെ ഇത്തരം ഇയർഫോണുകൾ യൂസ് ചെയ്യുമ്പോൾ കണക്ടിവിറ്റിയിൽ ചില ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് പലർക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഒരു ഇയർഫോണിൻ്റെ കാര്യത്തിൽ റീസെറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മളിത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കേൾക്കാം. പെയറിംഗ് മോഡ് എന്ന് പറയുന്ന ഒരു സൗണ്ട് കമാൻഡ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ 6 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് 6 പ്രാവശ്യം ടാപ്പുകൾ രണ്ട് ഇയർഫോൺ നമ്മളും ടാപ്പ് ചെയ്യുക. സെപ്പറേറ്റ് രണ്ടും ടാപ്പ് ചെയ്യണം. അപ്പോൾ 6 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. പെയറിംഗ് മോഡ് എന്ന് കേൾക്കുമ്പോൾ 6 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ റീസെറ്റ് ആയിട്ട് പുത്തൻ സെറ്റപ്പിലേക്ക് വരും. അപ്പോൾ എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് റീസെറ്റ് ചെയ്തെടുക്കാം. ഒരു ഇഷ്യൂസും ഇല്ല. ഞാൻ കണക്ടിവിറ്റിയുടെ പ്രൊസീജിയർ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നു. വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഈസി ആയിട്ട് കണക്റ്റ് ആവും. അഥവാ ഇഷ്യൂ വരികയാണെങ്കിൽ രീതിയിൽ 6 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്താൽ റീസെറ്റ് ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയ നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല കണക്ടിവിറ്റി, ബിൽറ്റ് ക്വാളിറ്റി, ബാറ്ററി ലൈഫ് എല്ലാം തികഞ്ഞ ഒരു നല്ല ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന യൂണിപോഡ്സ്. ഇനി ഇത് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നതിന് മുൻപ് ഇതിൻ്റെ പ്രൈസ് 3399 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിലാണ് ഇത് വരുന്നത്. നല്ലൊരു പ്രൈസിങ് തന്നെയാണ്. പക്ഷേ ആ ഒരു പ്രൈസിനുള്ളൊരു ക്വാളിറ്റി തീർച്ചയായിട്ടും തന്നെയുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് അത് പർച്ചേസ് ചെയ്യാം. വാറൻറ്റിയും കാര്യങ്ങളൊക്കെ കമ്പനി കൃത്യമായിട്ട് തരുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യാതൊരു ഇഷ്യൂസ് അതിൻ്റെ ഭാഗത്തില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് നേരിട്ടാൽ നിങ്ങൾക്ക് കമ്പനിക്ക് തിരിച്ചയക്കാം. അവരത് റീപ്ലേസ് ചെയ്തോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നടപടിയിൽ കൈക്കൊണ്ട് നിങ്ങൾക്ക് ശരിയായ സർവീസ് അവർ തരുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിപോഡ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത്രയും പ്രൈസുള്ള ക്വാളിറ്റിയുള്ള ഒരു ഇയർഫോൺ നമ്മൾ നിങ്ങൾക്ക് 2 യൂണിറ്റ് ഗിവ് അവേ ആയിട്ട് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രൊസീജിയറാണ് ഇനി പറയാൻ പോകുന്നത്. ഗിവ് അവേ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രതാപ് ജി ടെക് എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്ക് നമ്മുടെ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ സെർച്ച് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെർച്ച് ബാറിലേക്ക് എത്തുക. അവിടെ പ്രതാപ് ജി ടെക് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്രതാപ് ജി ടെക് എന്ന് വരും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രതാപ് ജി ടെക് എന്നുള്ള ഫേസ്ബുക്ക് പേജിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പേജ് ലൈക്ക് ചെയ്യും. ബാക്കി എല്ലാം ചെയ്തിട്ടും പേജ് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികൾ ഈ ഒരു കോൺടെസ്റ്റിൽ വിന്നറായിട്ട് നമ്മൾ കണക്കാക്കില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടോ പേജ് ലൈക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ നേരെ താഴെ പോസ്റ്റ് കണ്ടെത്തുക. ആ പോസ്റ്റിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ മുകളിൽ പബ്ലിക് എന്നുള്ളത് എനേബിൾ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ് ഓൺലി ആണെങ്കിൽ എനിക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ പബ്ലിക്കായിട്ട് തന്നെ ഷെയർ ചെയ്യണം. അങ്ങനെ പബ്ലിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എന്ന് കൊടുക്കുക. വീഡിയോ ഷെയർ ആയി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈക്ക് അടിച്ചേക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായം, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് ഈ 3000 രൂപ വില വരുന്ന ഈ 2 പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. മെസ്സഞ്ചർ വഴി ഞാൻ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ അങ്ങനെ എങ്ങനെ ക്വസ്റ്റ്യൻ ഉത്തരം അങ്ങനെ ഒരു സംഭവമില്ല. ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി. അതും എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് പങ്കെടുക്കാവുന്ന ഒരു ഗിവ് അവേ ആണ് കിട്ടാൻ പോകുന്നത്. നല്ല ക്വാളിറ്റിയുള്ള 3000 രൂപ വിലയുള്ള 2 ഇയർഫോണാണ്. അപ്പോൾ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.